കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വണ്ടിക്ക് ചെറുതായിട്ടൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇന്ന് വൈകുന്നേരം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ശനിക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ തീരെ എയറില്ല. അപ്പോൾ നമ്മുടെ ഓണറിനെ കൊണ്ടൊന്ന് എയറൊക്കെ ഒന്ന് അടുപ്പിച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആൾ പഞ്ചറൊട്ടിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ആളെ കൊണ്ട് ഞാൻ നോമ്പ് തുറന്ന് കഴിഞ്ഞ ഉടനെ തന്നെ എയറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടുള്ള ഫുഡായിട്ട് ഉണ്ടാക്കുന്നത്. അതായത് നമുക്ക് നാസ്ത പരിപാടിയാണല്ലോ. അങ്ങനെ ഇന്ന് പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. കടലക്കറിയല്ല, കടല ഒലത്താണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ പുട്ട് കണയിലോട്ട് നമ്മുടെ പുട്ടുപൊടിയും അതുപോലെ തന്നെ തേങ്ങയും എല്ലാം കൂടെ ഫില്ല് ചെയ്തിട്ട് ആവി കയറ്റാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഞാൻ നോമ്പ് തുറക്കും മുന്നേ ചെറുതായിട്ടുള്ള പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ട്. പിന്നെ പുട്ടല്ലേ പെട്ടെന്ന് കഴിയുമല്ലോ, അതുകൊണ്ട് നോമ്പ് തുറന്നിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, പെട്ടെന്ന് ചൂടാറി പോവുമല്ലോ. പുട്ട് ചൂടാറി തിന്നു കഴിഞ്ഞാൽ വലിയ രസം ഉണ്ടാവില്ല. പുട്ട് തിന്നുമ്പോൾ എന്തായാലും ചൂടോടെ തന്നെ തിന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചൂടോടെ തന്നെ ചൂടാന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ശനിക്കാക്ക് വരാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നിട്ട് ഏകദേശം. പിന്നെ വേഗം തന്നെ ചായയും കൂടെ കാച്ചാനുള്ള പരിപാടിയായിട്ടാണ് നോക്കുന്നത്. എനിക്ക് ശനിക്കാക്കും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ചായ വേണം കേട്ടോ. അപ്പോൾ ഇതാ പാൽ ചായ കാച്ചാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കടലയും കാര്യങ്ങളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5-8 മിനിറ്റിലെങ്കിലും ഞാൻ അടുപ്പിക്കാറുണ്ട് കേട്ടോ. നല്ലോണം വേവണം എനിക്ക്, കടലയാണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ നല്ലോണം വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേഗം തന്നെ ചായ കാച്ചാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചായയിലോട്ട് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര കുപ്പി കാലിയായപ്പോൾ അതെന്തായാലും കഴുകി എടുത്തിട്ട് ഇനി അതെന്തായാലും ഉണക്കിയതിന് ശേഷം വേണം ഇനി അടുത്ത പഞ്ചസാരയും കാര്യങ്ങളൊക്കെ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കുക്കറിൻ്റെ എയർ പോണ വരെയും വെറുതെ ഒന്ന് അങ്ങോട്ട് വിടയൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യം, നല്ല രീതിക്ക് വയറുവേദന ഉള്ളതുകൊണ്ട് തന്നെയാണ് പണികളൊന്നും നേരത്തെ കഴിക്കാണ്ടിരുന്നത്. കുറച്ച് കിടക്കും, കുറച്ച് നേരം വീണ്ടും പണിയെടുക്കും, പിന്നെയും കിടക്കും, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ പണി ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അങ്ങനെ നമ്മുടെ ചായയൊക്കെ തിളച്ചപ്പോഴത്തേക്കും പിന്നെ കൂട്ടിയും കുറച്ചൊക്കെ അതിൻ്റെ അടപ്പമൊക്കെ ഇറക്കി വേഗം തന്നെ ഒരു ഗ്ലാസ്സിലോട്ട് പകർത്തി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ കടല തുറന്ന് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പം നല്ല തിക്കായിട്ട് ഇങ്ങനെ കിടക്കൂട്ടോ. നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു കടല. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെന്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്തായാലും പുട്ടല്ലേ, അപ്പോൾ നല്ല സോഫ്റ്റ് കിട്ടട്ടെ പുട്ടിന് കടലൊക്കെ കറിയൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ കടലിലോട്ട് കുത്തി മൂപ്പിച്ചതിലോട്ട് കടലയൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കടലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം അവിടെ പുട്ടും കടലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശനിക്കാക്ക് എന്തായാലും ഇപ്പോൾ വരൂല കേട്ടോ. അപ്പോൾ എന്തായാലും അതിനൂസിന് ഫുഡ് കൊടുത്ത് അവൾ ഉറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ. ബൈ.